നമ്മൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. അതെ, അളിയന്റെ മുഖത്ത് തെളിഞ്ഞാൽ നൊസ്റ്റാൾജിയ ശ്രദ്ധിച്ചത്. വേറെ ക്രഷായിരുന്നേ അന്നത്തെ കാലത്ത്. ടീച്ചറിന്റെയും പണ്ടത്തെ ക്രഷ് ഇപ്പോഴും മനസ്സിൽ കിടവുണ്ടാവും. ഹലോ, അങ്ങനെ നമ്മുടെ ഉപ്പുമുളകിൽ സിദ്ധുവിന്റെ പഴയ കാമുകി വരുന്നു. അതേ കൂട്ടുകാരെ, വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ? എനിക്കും ആദ്യം ഭയങ്കര സങ്കടം തോന്നിട്ടോ. അനാർക്കലി എന്നാട്ടോ നമ്മുടെ കാമുകിയുടെ പേര്. അങ്ങനെ നമ്മുടെ പാറമട വീട്ടിൽ വരികയാണ്. എന്നിട്ട് സിദ്ധുവിനെ കാണാനായിട്ട് വരുന്നത്. സിദ്ധു അല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ സിദ്ധുവിന് ആദ്യം പിടികിട്ടുന്നില്ല. പിന്നീട് നമ്മുടെ അനാർക്കലി പറയുന്നുണ്ട്, നമ്മൾ ഒരുമിച്ച് പണ്ട് പഠിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പൊ നമ്മുടെ സിദ്ധു പറയുന്നുണ്ട്, ആ അനാർക്കലി, ഓ ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്ന് പറയുകയാണ്. അപ്പൊ അനാർക്കലി ഒരു ബോംബ് പൊട്ടിക്കുന്നുണ്ട്. അവിടെ വേറെ ഒന്നുമല്ല, ഓ അന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് കുറെ പേരുടെ ക്രഷ് ആയിരുന്നു സിദ്ധു എന്ന് പറയുന്നുണ്ട്. എന്റെയും എന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ലച്ചു ഇങ്ങനെ പറയുന്നുണ്ട്, ടീച്ചറിന്റെയും ക്രഷ് ആയിരുന്നോ എന്നിങ്ങനെ ഭ്രാന്ത് പിടിച്ച പോലെ ചോദിക്കുന്നുണ്ടേ. അപ്പൊ ആ ചോദ്യം കേട്ടപ്പോൾ നമ്മുടെ കേശുവിനും ശിവാനിക്കും ചിരിയാട്ടോ വരുന്നേ. കാരണം ലച്ചുവിന് ചേച്ചിക്ക് ഇന്നത്തേക്ക് അത് മതി എന്നുള്ളത് അവർക്ക് മനസ്സിലായേ. പിന്നെ ഒന്നും പിരിയേറ്റി എരിവും പുളിയൊക്കെ കയറ്റി നമ്മുടെ കേശു കൊടുക്കുന്നുണ്ട്. അതായത് ആ അനാർക്കലിയെ കണ്ടപ്പോ സിദ്ധുളിന്റെ മുഖത്ത് ഓജസ്സും തേജസ്സും നീ കണ്ടോടി ശിവാനി എന്നൊക്കെ ലച്ചുവിന്റെ മുമ്പിൽ വെച്ച് ചോദിക്കുന്നുണ്ട്. ലച്ചുവിന് അപ്പൊ അങ്ങാട് മുഴുവൻ ഭ്രാന്താകുന്നുണ്ട് ലച്ചു. എന്നിട്ട് പിന്നെ അടുക്കളയിൽ പോയിട്ട് നമ്മുടെ ഭവാനിയമ്മയുടെ അടുത്തും കനകാന്റെ അടുത്തും ഇത് പറഞ്ഞിട്ട് കിടന്ന് മൂങ്ങുന്നുണ്ട്. എന്റെ സിദ്ധു പോയേ എന്നൊക്കെ പറഞ്ഞ് മൂങ്ങുന്നുണ്ടേ. ലാസ്റ്റ് മാവിൻ ചോട്ടി പോയി നമ്മുടെ സിദ്ധുളിയും അനാർക്കലിയും കൂടെ ചോക്ലേറ്റ് ഒക്കെ പങ്കുവെച്ച് ഇങ്ങനെ തിന്നുവാണേ. അവർ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര ചിരിച്ചും കളിച്ചൊക്കെ നിൽക്കുവാണ്. അപ്പൊ ഈ ഒരു കാഴ്ച നമ്മുടെ ലച്ചു ദൂരെ എന്ന് കണ്ടിട്ട് ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുവാണ്. എന്നിട്ട് അനാർക്കലി പോയതിന് പിന്നാലെ തന്നെ ഓടി ചെന്നിട്ട് നമ്മുടെ ലച്ചു സിദ്ധുവിനടുത്ത് ചോദിക്കുന്നുണ്ട്, അവൾ ഇപ്പോഴും സിദ്ധുവിന്റെ മനസ്സിൽ തന്നെ ഉണ്ടല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്റെ പെണ്ണേ, സിദ്ധുളിന്റെ ഇന്നത്തെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മാടമ്പിള്ളിയിലെ മാനസിക രോഗിയായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ലച്ചു. ഒരു രക്ഷയില്ലാത്ത എപ്പിസോഡാട്ടോ. കാത്തിരുന്നേനെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. മലയാളി സൈനിങ് ഓഫ്.